ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഇരിക്കുമോനെ. ഇന്ദ്രന് ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട ഭാനുമേ, എനിക്ക് പെട്ടെന്ന് പോണം. പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. ഒരു കാര്യം അനുവിനോട് സംസാരിച്ചിട്ട് പോകല്ലോ എന്ന് കരുതിയാ ഞാൻ വന്നത്. അതെന്താ ഇന്ദ്രേട്ടാ അത്ര പ്രധാനപ്പെട്ട കാര്യം? അത് പിന്നെ ഞാനിത് പറയുമ്പോ അനു എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഇന്ദ്രേട്ടൻ കാര്യം പറ. ഹർഷയായിട്ട് അധികം അടുപ്പം വേണ്ട, അത് ശരിയാവില്ല. അതെന്താ കുഴപ്പം? കാര്യവും കാരണമൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ? ആ ബന്ധം അത്ര നല്ലല്ലെന്ന് എനിക്ക് തോന്നി, അതാ പറഞ്ഞത്. പക്ഷെ എനിക്കങ്ങനെ തോന്നില്ല ഇന്ദ്രേട്ടാ. പണ്ട് നിങ്ങളും അമ്മയും ഹർഷയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകരായിരുന്നില്ലേ? അന്ന് ഞാനടക്കം പലരും അതിനെ എതിർത്തിട്ടും ആ ബന്ധം നിങ്ങൾ രണ്ടുപേരും തുടർന്നില്ലേ? ഇപ്പോ ഹർഷയ്ക്ക് വയ്യാത്ത ഈ സമയത്ത് അവിടെ പോകുന്നതും അവളെ ആശ്വസിപ്പിക്കുന്നതും എങ്ങനെ തെറ്റാവും? അനു, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. വെറുതെ എന്തിനാ ആളുകൾക്ക് ഓരോന്ന് പറയാൻ അവസരം കൊടുക്കുന്നത്? ഓ, അപ്പൊ അതാണ് കാര്യം. ഇന്ദ്രേട്ടൻ എന്താ എന്നെ സംശയമാണ്? സംശയോ? എനിക്കോ? ഞാനെന്തിനാ അനുവിനെ സംശയിക്കുന്നേ? അതൊന്നും എനിക്കറിയില്ല. ഓരോരുത്തരുടെ മനസ്സ് വായിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഇന്നേ എനിക്ക് നഷ്ടമായതാ. എന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോവും. പിന്നെ നിങ്ങളെ അമ്മയും മോനും പണ്ട് ഹർഷയുടെ അടുത്ത ചങ്ങാതിമാരായിരുന്നല്ലോ. അങ്ങനെയുള്ള ഒരാളെ വയ്യാത്ത അവസ്ഥയിൽ പോയി കണ്ട് കാര്യം തിരക്കുന്നതൊക്കെ ഒരു മനുഷ്യത്വമാണ്. അതെങ്ങനെയാ? ആവശ്യം കഴിയുമ്പോ വലിച്ചെറിയുന്ന ശീലമാണല്ലോ പണ്ടേ. അനു എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ അനുവിന് ഒരു മോശം വരാതിരിക്കാനാ അവിടെ പോകണ്ടെന്ന് പറഞ്ഞത്. എന്റെ ലൈഫില് ഇതിനപ്പുറം മോശങ്ങളൊന്നും ഇനി സംഭവിക്കാനില്ല. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു പേടിയും ഇല്ല. നിനക്കെന്താ മോനെ പറ്റിയത്? അനുമോൾ ആ വീട്ടിൽ പോയതുകൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതല്ല ഭാനുവമ്മേ, ഞാൻ നീ ഇപ്പൊ ഇവിടെ വന്നതിന്റെ കാര്യവും കാരണവും എനിക്ക് മനസ്സിലായി. ഭാനുമ്മ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക. നീ നിന്റെ അമ്മ പറയുന്നത് കേട്ട് മനസ്സ് കുഴപ്പിക്കാതെ അനുവിനെ വിശ്വസിക്ക്. അവളൊരു പാവമാ. തെറ്റായ ഒന്നും അവള് ചെയ്യില്ല. നിനക്കേ ഈശ്വരൻ തന്ന ഭാഗ്യം അവള്. ഇനിയെങ്കിലും നീ അതൊന്ന് മനസ്സിലാക്ക്. രഘുവേട്ടൻ ഇത് എന്ത് ചെയ്യാ? അതെ, ആ സ്വർണം എവിടെ സൂക്ഷിക്കുമെന്ന് രഘുവേട്ടൻ ആലോചിച്ചോ? ഈ അലമാരയിലൊക്കെ സൂക്ഷിച്ച ആരുടെയെങ്കിലും കണ്ണിൽ പെടാതിരിക്കില്ല. ആ സ്വർണം സൂക്ഷിക്കാനുള്ള നില പറയാം. ഇതോ? അല്ല രഘുവേട്ട, ഇതിനകത്ത് എങ്ങനെ വെക്കും? ഇത് കണ്ടോ? ഇതിങ്ങനെ തുറന്ന് ഇതിനകത്ത് ഗോൾഡ് വെച്ച് വീണ്ടും ഇതുപോലെ ഭദ്രമായി അടച്ച്
എന്നിട്ട് ദേ ഈ കളിപ്പാട്ടങ്ങളുടെ കൂടെ അങ്ങ് വെച്ചാൽ മതി. ഇങ്ങനെ പബ്ലിക്കായിട്ട് വെക്കാനോ? എടി, പബ്ലിക്കായി വെച്ച ആരും സംശയിക്കില്ല. ഇതുപോലെ ഒന്നിന്റെ അകത്ത് 1 കിലോ സ്വർണം സൂക്ഷിക്കുമെന്ന് ആരെങ്കിലും ചിന്തിക്കും? ഇല്ല. എടി, ഇനിയിപ്പോ ഇവിടെ ഒരു കള്ളം കയറിയാൽ പോലും അവൻ ഈ ടെഡി ബെയർ തൊടില്ല. ആദ്യം വെട്ടിപ്പൊളിക്കുന്നേ അലമാരൊക്കെ ആയിരിക്കും. അത് ശരിയാ, പക്ഷെ എന്നാലും ഒരെന്നാലുമില്ല. നമ്മള് ഒരു 1-2 ദിവസം മാത്രമേ ഇതിവിടെ സൂക്ഷിക്കേണ്ടി വരൂ. അതിനുള്ളില് ഈ ഗോൾഡ് എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കും. അതുവരെ അതിനകത്തിരിക്കട്ടെ. നീ ഗോൾഡ് ഇങ്ങെടുത്തേ. അറിയുന്നില്ലല്ലോ, അത്രേ ഉള്ളൂ. ആ ഇതൊക്കെ ഓക്കെ. രഘുവേട്ടാ, നമ്മൾ എന്തെങ്കിലും ബിസിനസ് ആരംഭിക്കുകയാണെങ്കിലേ അത് ആരുടെ കെയർ ഓഫിൽ ചെയ്യണമെന്നാ രഘുവേട്ടൻ വിചാരിക്കുന്നേ? ഞാൻ ആലോചിച്ചിട്ട് വിശ്വസിക്കാവുന്ന ഒരാള് ശബരിയ. പഴയതുപോലെ ഗാർമെന്റ്സ് ബിസിനസ് തുടങ്ങാനാണെങ്കിൽ ശബരി നമ്മളെ സഹായിക്കും. ശബരി വിശ്വസ്തന്, സഹായിക്കാനുള്ള മനസ്സും അവനുണ്ട്. പക്ഷെ ദയ അവൾ ഉടക്ക് വെക്കൂന്ന. ഏയ് ഇല്ല അമ്പിളി, നമ്മുടെ കാര്യത്തില് ദയ അങ്ങനൊന്നും ചെയ്യില്ല. അപ്പോ ഈ സ്വർണത്തിന്റെ കാര്യം ശബരിയോട് പറയുന്നുണ്ടോ? ഏയ് അതൊരിക്കലും പറയില്ല. എടി, ഇത് പുറത്തെടുക്കുന്നതും പുറത്ത് പറയുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. എടി, ഈ ഗോൾഡേ ഇതുപോലെ കൊണ്ടുപോയി നമ്മൾ എവിടെ വിറ്റാലും ആ ഗോൾഡ് മാഫിയ അത് കണ്ടുപിടിക്കും. അയ്യോ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഒരുക്കണം. ഒരുക്കി ഇതിന്റെ രൂപം മാറ്റണം. അതിന് ആ ജോലി അറിയുന്ന ആരെങ്കിലും വേണ്ട രഘുവേട്ടാ. വേണം. കുറച്ചധികം പണം കൊടുത്താലും ചതിക്കില്ലെന്ന് ഉറപ്പുള്ള ഒരാൾ തന്നെ വേണം. ഞാൻ കണ്ടുപിടിച്ചോളാം. അമ്പിളി, നീയേ ഇതതിന്റെ കൂട്ടത്തിൽ കൊണ്ടുവച്ചോ. ഞാൻ ഒന്ന് കാണട്ടെ. ചെല്ല്. ഇതാകുമ്പോ ഒരാൾക്കൊരു സംശയം തോന്നില്ല. എന്നാ പിന്നെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. ആ ഫോണിൽ ഒന്ന്. അതൊക്കെ വേണം രഘുവേട്ടാ. താമ്പിളി.